നമസ്കാരം. വി.ഡി. സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല എന്ന തരത്തിൽ പ്രചരണം കൊഴുപ്പിച്ച ചില കൂട്ടത്തിൽ ചവിട്ടികളും ചാനൽ പ്രമുഖരും ഇപ്പോൾ കൂടിയിരുന്ന് കരയുകയാണ്. അവരുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. എന്തുകൊണ്ടോ എനിക്കുറപ്പായിരുന്നു വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന്. ആ ഉറപ്പ് അസ്ഥാനത്താകാതിരുന്നതിൽ സന്തോഷമുണ്ട്. എന്തുകൊണ്ട് സതീശൻ എന്ന ചോദ്യത്തിന് വ്യക്തമായ നിരവധി കാരണങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്. നിലപാടുകളിലെ വ്യക്തതയാണ് വി.ഡി. സതീശന്റെ DNA. തുടർച്ചയായ പരാജയങ്ങളോടെ ആശയറ്റ UDFന് ജീവവായു കൊടുത്ത് അധികാരത്തിലെത്തിച്ചത് സതീശന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃപാടവമാണ്. പുതിയ ആശയങ്ങളും നൂതനമായ കാഴ്ചപ്പാടുകളും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സതീശന്റെ 1-ാം നമ്പർ കസേരയിലേക്കുള്ള വരവ് ഭാവി കേരളം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഒരുമിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന ബോധ്യം കോൺഗ്രസുകാരിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ പകർന്നത് ഒത്തുതീർപ്പുകളിലൂടെ ആയിരുന്നില്ല. സംഘടനയ്ക്ക് അകത്തും പുറത്തും കൈക്കൊണ്ട ഈ നോ കോംപ്രമൈസ് നിലപാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തോളം അതിന് പഴക്കമുണ്ട്. ജനം നെഞ്ചേറ്റിയതും കൃത്യതയും സ്ഥിരതയുമുള്ള ആ നിലപാടുകളുടെ തലയെടുപ്പിനെ തന്നെയാണ്. കോൺഗ്രസിന്റെ പരമ്പരാഗത ശൈലി വിട്ടായിരുന്നു പലപ്പോഴും സതീശന്റെ യാത്ര. അതിനെ ധാർഷ്ട്യമെന്നും അഹങ്കാരമെന്നും പാർട്ടിക്കകത്തും പുറത്തുമുള്ള എതിരാളികൾ ഓമന പേരുകൾ ഇട്ടപ്പോൾ അതേ നിലപാടുകളെ ആർജവമായി കണ്ടവരാണ് അധികവും. അങ്ങനെ സതീശന്റെ ശൈലി പതിയെ പതിയെ കോൺഗ്രസിൻ്റെതായി. 1964 മെയ് 31 എറണാകുളം നെട്ടൂരിൽ ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച സതീശൻ പഠനത്തിൽ എന്നും മുന്നേ നടന്നു. സാമൂഹ്യ പ്രവർത്തനത്തിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. പ്രസംഗങ്ങളിലൂടെയും ഡിബേറ്റുകളിലൂടെയും സതീശൻ KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി. MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങൾ വഴുതിപ്പോയി. പിന്നീട് മന്ത്രിസ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും ഇതേപോലെ വഴുതിപ്പോയ സതീശൻ NSU ദേശീയ സെക്രട്ടറിയും KPCC വൈസ് പ്രസിഡന്റും AICC സെക്രട്ടറിയുമായി. 2001 കന്നി വിജയത്തേക്കാൾ 1996 പറവൂരിൽ നേരിട്ട കന്നി തോൽവിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയാം. തോൽവിക്ക് ശേഷം അവിടെ തന്നെ തുടർന്ന നെട്ടൂർകാരൻ സതീശൻ 2001 ഇടതുകോട്ട തകർത്താണ് നിയമസഭ കയറിയത്. പിന്നീട് ഇങ്ങോട്ട് പറവൂരിന്റെ തുടിപ്പിൽ സതീശനും സതീശന്റെ ഹൃദയത്തിൽ പറവൂരുമാണ്. ഹോംവർക്കിന്റെ കാര്യത്തിൽ കണിശതയാണ് സതീശന്. VS സർക്കാരിന്റെ കാലത്ത് ലോട്ടറി വിഷയത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ സംവാദത്തിൽ മലർത്തിയടിച്ചതോടെ വെറുമൊരു MLAയിൽ നിന്ന് കേരള MLA ആയി സതീശൻ വളർന്നു. 10 വർഷക്കാലം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നത് സംവാദങ്ങളിൽ സതീശന് എന്നും തുണയായി. എന്നാൽ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സതീശനെ പോലെ കഴിവ് തെളിയിച്ച പാർലമെന്റേറിയനെ ഗ്രൂപ്പ് താൽപര്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്തി. സ്പീക്കർ സ്ഥാനം നൽകി ഇരുത്താനുള്ള ശ്രമത്തിൽ വീണില്ല സതീശൻ. കോൺഗ്രസും UDFും അതിന്റെ ഏറ്റവും കെട്ട കാലത്താണ് സതീശനെ കണ്ടെത്തുന്നത്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ദുര്യോഗത്തിൽ തകർന്നിരുന്ന UDFന് ആത്മവിശ്വാസം നൽകാൻ ക്രിയാത്മക പ്രതിപക്ഷ ലൈനായിരുന്നു ആദ്യം. പിണറായി മന്ത്രിസഭയാകെ ഇറങ്ങിക്കളിച്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ചതോടെ പ്രതിരോധം വിട്ട് ആക്രമണ ശൈലി പിടിച്ച് റൺ റേറ്റ് കൂട്ടി. വർഗീയ നിലപാടുകൾക്കെതിരായ ഉറച്ച നിലപാടുകൾക്ക് മതേതര കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് അന്ന് കണ്ടത്. പ്രളയവും നിപ്പയും കോവിഡും വന്നപ്പോൾ രക്ഷക വേഷത്തിലിറങ്ങിയ പിണറായി വിജയനോട് കൂട്ടുകൂടിയ ജെൻസി തലമുറ തിരിച്ചുപിടിക്കാനും നിലപാടുകളിലെ കണിശത തന്നെ വജ്രായുധമാക്കുകയായിരുന്നു സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുതൽ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ വരെ അത് നീളുന്നു. രാഹുൽ വിഷയത്തിൽ സ്വന്തം പാളയത്തിലെ ഫാൻസുകാരുടെ അസഭ്യവർഷങ്ങളിലും തളർന്നില്ല വി.ഡി. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും അജണ്ടയും നറേറ്റീവും നിശ്ചയിച്ച് മുന്നേറിയ സതീശൻ തന്ത്രങ്ങൾ കൃത്യമായി പയറ്റുകയായിരുന്നു. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇടതുപക്ഷം കൊണ്ട് നടക്കുന്നവരെ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നെഹ്റുവിയൻ ശൈലി പിടിച്ചതിലും തന്ത്രമുണ്ടായിരുന്നു. ആവർത്തിച്ചു പറഞ്ഞ ഈ വാക്കിന്റെ മൂർച്ചയിലാണ് കണ്ണൂരിലെ കോട്ടക്കൊത്തകങ്ങളുടെ അടിത്തറ വരെ ഇളകിയത്. അസാമാന്യ ധൈര്യത്തോടെ തോൽവിയെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് കാലേകൂട്ടി പ്രഖ്യാപിച്ച് ഗോദയിലിറങ്ങിയത് പ്രവർത്തകർക്കാകെ എന്തെന്നില്ലാത്ത ആവേശമാണ് പകർന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പോടെ സൂപ്പർ ഓവറുകളിൽ മികച്ച ഫിനിഷറുമാണെന്ന് സതീശൻ തെളിയിച്ചു. മിന്നും വിജയത്തിന് ശേഷം നായകസ്ഥാനത്തേക്ക് അവകാശികൾ ഏറിയപ്പോൾ കോൺഗ്രസ് ചരിത്രം കാണാത്ത പ്രതിഷേധവും ജനവികാരവുമാണ് ഒരു കോൺഗ്രസുകാരന് വേണ്ടി കേരളക്കര കണ്ടത്. പ്രലോഭനങ്ങളിലൂടെയല്ല, പ്രവർത്തനങ്ങളിലൂടെയാണ് അണികളുടെ മാസ് ലീഡറായി സതീശൻ വളർന്നത്.
തലമുറ വ്യത്യാസമില്ലാതെ മനസ്സുകളിലേക്ക് കഠിനാധ്വാനത്തിലൂടെ തൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇനി അത് ഉലയാതെ നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ഭാരിച്ച ദൗത്യം. VD സതീശനെ പറ്റി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മതഗ്രന്ഥങ്ങളുടെ മതാതീത വായനക്കാരനാണ് സതീശൻ. തോമാസ് ശ്ലീഹയെ സംശയാലുവായ ശിഷ്യൻ എന്ന് വിളിക്കരുത് എന്നായിരുന്നു ക്രൈസ്തവ സഭാപിതാക്കന്മാർ സന്നിഹിതരായിരുന്ന ഒരു വേദിയിൽ സതീശന്റെ വാദമുഖം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആലേഖനം ചെയ്ത "ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു" എന്ന ബൈബിൾ ഉദ്ധരണി VD സതീശൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് കടമെടുത്തതാണെന്ന് ചാണ്ടി ഉമ്മൻ പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ സമ്മാനിച്ചാണ് സതീശൻ നാടിൻ്റെ സാരഥ്യത്തിൽ എത്തുന്നത്. താൻ ഇത്ര ജനകീയനായത് എങ്ങനെയെന്ന് അദ്ദേഹത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു കാലം. ഇത്രയൊക്കെയാണെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, വൈകാരികതയ്ക്കല്ല സംയമനത്തിനാണ് ആയുസ്. പ്രതിപക്ഷ നേതാവിൻ്റെ വിനിമയ വീര്യമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടത്, സഹഭാവവും സ്നേഹവുമാണ്. മുതിരുമ്പോൾ എതിരാവുന്ന നേതാക്കൾ വേണ്ടത്ര കോൺഗ്രസിലുണ്ട്. ജനങ്ങളെ മടുപ്പിക്കാതെ നോക്കുക. സതീശനോടാണ് അഭ്യർത്ഥിക്കുന്നത്. ഏകവചന വിശ്വാസിയാവരുതേ. പറയുന്നതിൻ്റെ അത്രയെങ്കിലും കേൾക്കാൻ മനസ്സ് കാണിക്കണം. കണ്ണുകൾക്കാണ് സത്യസന്ധത ചെവിയേക്കാൾ. വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ജനങ്ങളുടെ ഇടപെടൽ എന്ന് ദയവ് ചെയ്ത് കരുതരുത്. അധികാരത്തിന് സ്വയം കുത്തഴിയുന്ന സ്വഭാവമുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. ലോട്ടറി വിവാദത്തിൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത സതീശൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആളല്ല എന്ന് കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേര ലോട്ടറി അല്ല എന്ന് പ്രഖ്യാപിച്ചത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ബാനറുമായി അവർ തെരുവിലിറങ്ങിയതും. അതൊരു സാംക്രമിക ഉണർച്ചയായിരുന്നു. ഭാവിപക്ഷ ഭാഷയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. നാടിൻ്റെ സാരഥിക്കും നമ്മുടെ നാടിനും മനസ്സു നിറഞ്ഞ ആശംസകൾ.